ദാ ഈ ടൈപ്പ് പടങ്ങളാണ് മലയാള സിനിമ മിസ് ചെയ്യണത്. ഞാൻ ഉദ്ദേശിച്ച ഈ സിനിമയിലെ നന്മ നിറഞ്ഞ കഥാപാത്രങ്ങളും ഗ്രാമീണ ഭംഗിയും മാത്രമല്ല, എന്നാൽ സംഗീതത്തിനെ ബേസ് ചെയ്തുള്ള സിനിമകൾ മലയാളത്തിൽ നിന്ന് വളരെ കുറവാണെന്നല്ല, വംശനാശം സംഭവിച്ചു എന്ന് തന്നെ പറയാം. കാരണം 90കളിൽ ഇതേപോലെ കുറേ പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സർഗം, സോപാനം, ഹിസൈന സദ്ബുള്ള, ഭരതം. പ്ലോട്ട് വൈസ് നോക്കുകയാണെങ്കിൽ ഈ സിനിമകളൊക്കെ ഡിഫറൻ്റ് ആയിരുന്നു. പക്ഷേ ഇവയൊക്കെ കോർ എന്ന് പറയുന്നത് മ്യൂസിക് തന്നെയായിരുന്നു. അത്തരത്തിലുള്ള ഒരു സിനിമയായിരുന്നു 1995 സുരേഷ് ഗോപി സിബി മലയിൽ കോമ്പോയിൽ പുറത്തു വന്ന സിന്ദൂരരേഖ. ഒരു സിന്ദൂരക്കുറിക തൊട്ട് ക്യൂട്ടായ പാവത്താനായ ഒരു സുരേഷ് ഗോപി. ക്ലാസിക്കൽ സോങ്ങിനനുസരിച്ച് മൗത്ത് സിംഗ് ചെയ്യാൻ മോഹൻലാലിന് മാത്രമല്ല തന്നെ കൊണ്ടും പറ്റുമെന്ന് അദ്ദേഹം തെളിയിച്ച സിനിമ. എന്റെ കുട്ടിക്കാലത്ത് തന്നെ ഏറ്റവും വിഷമിപ്പിച്ച ഒരു സിനിമ. കുട്ടിക്കാലത്ത് മാത്രമല്ല, ഈ സിനിമയെക്കുറിച്ച് ഒരു വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി 2 ദിവസം മുമ്പ് ഈ സിനിമ വീണ്ടും കണ്ടു. പണ്ട് ചെറുപ്പത്തിൽ കണ്ട അതേ ഫീലിംഗ് തന്നെയായിരുന്നു ഈ സിനിമ വീണ്ടും കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. പക്ഷെ ഞാൻ ആലോചിച്ചു, ഇതിലെ ശോഭയുടെ കഥാപാത്രത്തിന്റെ ചില പിടിവാശികൾ ഒഴിവാക്കിയെങ്കിൽ ഈ സിനിമ ഇത്രയും ട്രാജഡി ആവില്ലായിരുന്നു എന്ന്. പിന്നെ ഈ സിനിമയിലെ വില്ലനായി വന്ന നരേന്ദ്രപ്രസാദ്, അദ്ദേഹം ചെയ്തൊരു ഇറിറ്റേറ്റിംഗ് ആയിട്ടൊരു വില്ലൻ കഥാപാത്രമായിരുന്നു ഈ സിനിമയിലേത്. ഈ സിനിമയിലെ ശങ്കരായുടെ കഥാപാത്രം പറഞ്ഞ പോലെ കഴുത്തിലെ മാലയിലെ ലോക്കറ്റിലെ ഒരു ഗുരുവായൂരപ്പുണ്ടെന്നേ ഉള്ളൂ, ഉള്ളിലായ ഒരു പിശാചാണ്. ഈ സിനിമയിൽ പുള്ള കഥാപാത്രം താമസിക്കുന്നത് ഗുരുവായൂരമ്പലത്തിന്റെ പരിസരത്താണെന്ന് പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ വീടായി കാണിച്ചിട്ടുള്ളത് ഒറ്റപ്പാലത്തെ വരിക്കശ്ശേരി മനയാണ്. ഈ പടത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു കഥാപാത്രമായിരുന്നു കുണ്ടറ ജോണി അവതരിപ്പിച്ച CI ഹരി, അതായത് നമ്മുടെ സുരേഷ് ഗോപി ചിറ്റപ്പനായി വന്ന കഥാപാത്രം. പടത്തിലെ നായകൻ സുരേഷ് ഗോപി ആയിരുന്നെങ്കിൽ കൂടി ഇതിലെ മാസ സീനുകളൊക്കെ പുള്ളിക്കായിരുന്നു. മലയാള സിനിമയിൽ ആ കാലത്തെ തുടക്കക്കാരായിരുന്ന ദിലീപിനും ഹരിശേഷനും കിട്ടിയ നല്ല റോളുകളായിരുന്നു ഈ സിനിമയിലെ അംബുജാക്ഷനും ഉമ്മച്ചനും. ഈ സിനിമയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് രഘുനാഥ് പാലിയുടെ റൈറ്റിംഗ് തന്നെയാണ്. ഞാൻ പറഞ്ഞ പോലെ ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ, അതായത് വലിയൊരു തറവാട്ടിലൊരു മുത്തശ്ശി, തറവാട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഒരു അമ്മാവൻ, നിരവധി പേരുകൾ പോയിട്ടുള്ള ആ തറവാടിന്റെ ഭാഗം വെപ്പ് ഇങ്ങനെ നീണ്ടു പോകുമ്പോൾ അതിൽ കലയിക്കുന്ന ബന്ധുക്കൾ, സ്വത്തിന് വേണ്ടി കലയിക്കുന്ന ബന്ധുക്കളെ നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയിലെ കഥാപാത്രങ്ങളെ വ്യത്യസ്തമാക്കുന്നത് കുടുംബത്തിലെ ആൾക്കൊരു പ്രശ്നം വരുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടാണ്. ഇവരെല്ലാം കൂടി വീഡിയോ കോച്ച് ബസ്സൊക്കെ വിളിച്ച് സുരേഷ് ഗോപിക്ക് പെണ്ണാലോചിക്കാൻ പോകുന്ന സീനൊക്കെ ഉണ്ട്. ആക്ച്വലി ആ സീനൊക്കെ വളരെ നൊസ്റ്റാൾജിയാണ് എനിക്ക് തന്നത്. കാരണം എന്റെ ചെറുപ്പത്തിൽ പണ്ട് ഈ വീഡിയോ കോച്ച് ബസ്സൊക്കെ വിളിച്ച് വല്ല കല്യാണത്തിനോ നിശ്ചയത്തിനൊക്കെ പോകാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോണതിന്റെ തലേദിവസം രാത്രി എക്സൈറ്റ്മെന്റ് കൊണ്ട് എനിക്ക് ഉറക്കം വരുന്നില്ല. ആ ഓർമ്മകളൊക്കെ ഈ സിനിമയിൽ ഈ സീനിൽ എനിക്ക് കിട്ടുകയും ചെയ്തു. സംഗീതത്തിന് പ്രാധാന്യം കൊടുത്തുള്ള ഈ സിനിമയിലെ എന്റെ ഏറ്റവും ഫേവറേറ്റ് സോങ് ഇതിലെ പ്രണതോസ്മി എന്ന സോങ്ങാണ്. നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണെന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നും താഴെ ഒന്ന് കമന്റ് ചെയ്യുക.